ഇമോഷണലും സസ്പെൻസും നിറച്ചു വെച്ച് അബ്രഹാം മോസ്ലർ തിയേറ്ററിൽ എത്താൻ ഇനി 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇതാ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ജയറാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അബ്രഹാം മോസ്ലർ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം ഒരു മാസ് ആക്ഷൻ സിനിമയായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ തോന്നരുത്, ഈ ഒരു ചിത്രം നിങ്ങളെ ഞെട്ടിച്ചിരിക്കുമെന്നാണ് ജയറാം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം ട്രെയിലറിൻ്റെ അവസാനത്തിൽ മമ്മൂക്കയുടെ വോയിസ് എല്ലാവരും കേട്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ ന്യൂസും കാര്യങ്ങളെല്ലാം വന്നിരുന്നു. ഇപ്പോൾ ഇതാ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ നല്ലൊരു കഥാ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും മമ്മൂക്കയുടെ എൻട്രി. 300-ൽ കൂടുതൽ തിയേറ്ററിലാണ് അബ്രഹാം മോസ്ലർ ജനുവരി 11-ാം തീയതി കേരളത്തിൽ റിലീസാവുന്നത്. ഉടൻ തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കും. ജയറാമിന്റെ ഏറ്റവും വലിയ റിലീസായിട്ടാണ് അബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തെ ആരാധകർ കാണുന്നത്. മമ്മൂക്കക്ക് ചിത്രത്തിൽ അത്യാവശ്യം സ്ക്രീൻ ടൈമും അതുപോലെ ഉള്ള വേഷം ഗംഭീരമാക്കുകയും ചെയ്താൽ മമ്മൂക്ക ജയറാം എന്ന ഒരു ചിത്രത്തിന്റെ ലേബലിലായിരിക്കും അബ്രഹാം മോസ്ലർ പിന്നീട് അറിയപ്പെടുക. ഓസ്ലറിന് വേണ്ടി ആരൊക്കെ കാത്തിരിക്കുന്നു? മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഉണ്ടോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ ഞാൻ ജെനു ജനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട്സ്.